എൻ്റെ പേര് റെൻസി. ഞാൻ ചമ്പക്കുളത്തു നിന്ന് വരുന്നു. സെൻറ്റ് മേരീസ് ബസലിക്ക ഇടവകാംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ബെന്നി, മോള് ബെനീറ്റ, മോൻ ബെനിറ്റ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് എന്താ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയോടെ വന്നതാണ്. അന്നിരുന്ന് പലരും ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അന്ന് എനിക്കൊന്നും തോന്നില്ല. പിന്നെ തിരിച്ച് വീട്ടിൽ പോയി എനിക്കും ഉടമ്പടി എടുക്കണം, പ്രാർത്ഥിക്കണം എന്നൊരു തോന്നലുണ്ടായി. ഉടമ്പടി എടുക്കാൻ ആദ്യമുണ്ടായ കാരണം മോൾക്ക് ശ്വാസം മുട്ടൽ വരുമായിരുന്നു. 1.5 വയസ്സിൽ അവൾക്ക് ന്യൂമോണിയ വരികയും അതേ തുടർന്ന് സ്ഥിരമായിട്ട് ചുമയും ശ്വാസം മുട്ടലും ഉണ്ടായി. പല ഹോസ്പിറ്റലിലും കാണിച്ചെങ്കിലും അവിടെ നിന്ന് നെബുലൈസർ എടുക്കും, തിരിച്ചു വിടും. ലാസ്റ്റ് ഒരു പീഡിയാട്രിഷനെ കാണിച്ചപ്പോൾ പറഞ്ഞു ഒരു ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യാം, 1 മാസത്തേക്ക് അത് കൊടുക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, അവർക്ക് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ഡോക്ടർ പറഞ്ഞു. 1 മാസം ഞാനത് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി ഞാൻ ഒരിക്കൽ പോലും എൻ്റെ കുഞ്ഞിനെ ഇത് ഉപയോഗിക്കേണ്ടി വരരുതേ എന്ന് പറഞ്ഞ് ഞാൻ ചെക്കപ്പിന് വേണ്ടി 1 മാസം കഴിഞ്ഞ് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല, ഇനി ഇങ്ങനെ ഉണ്ടാകുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് തിരിച്ച് ചെന്ന് അതൊരു കവറിലാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഇനി ഞാനിത് ഉപയോഗിക്കേണ്ടതായിട്ട് വരരുതേ എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് പലപ്പോഴും ചുമ ഉണ്ടായിട്ടെങ്കിൽ അവളമ്മ പറഞ്ഞേ ഇത് നമുക്ക് ഇൻഹേലർ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് ഞാനത് ഉപയോഗിക്കില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഇന്ന് വരെ പിന്നീട് എനിക്കത് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് മോനും ഇതുപോലെ ചുമയും ജലദോഷം കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഫലമായി അവന് ഇവിടെ ഒരു ലിപ്നോയിഡ് പോലൊരു സംഭവം വീർത്ത് വരും, അതൊരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും വരുവാണെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. 6 മാസം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ഉണ്ടായപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അന്ന് എൻ്റെ ഉടമ്പടിയിലുണ്ടായിരുന്ന ഉപ്പും തൈലവും എല്ലാമായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. അന്ന് അവന് ക്യാനുല ഇട്ടു ബ്ലഡ് എടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഞാൻ അതിൽ മാതാവിൻ്റെ ഉപ്പ് വിതറിയിട്ട് പറഞ്ഞു, മാതാവേ ഈ റിപ്പോർട്ട് എനിക്ക് നോർമലാക്കി തരണം. അന്ന് എൻ്റെ കയ്യിൽ അടുത്തുള്ള ഒരു നെബുലൈസർ എടുക്കാനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു. മാതാവ് എനിക്കത് നോർമലാക്കി തന്നു. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. കൂലിപ്പണിയായിരുന്നു ഹസ്ബൻഡിന്. ഒരു ജോലിക്ക് വേണ്ടി ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്നിപ്പോൾ ഹൗസ് ബോട്ടയിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു, വീടുണ്ടായിരുന്നു, അതിൽ വാസയോഗ്യമല്ലായിരുന്നു. പലപ്പോഴും വെള്ളം വരുമ്പോൾ അത് നേരെ എല്ലാ മുറികളിലും വരുമായിരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ പലപ്പോഴും പലരെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു. പഞ്ചായത്തിൽ അപേക്ഷ വെച്ചെങ്കിലും 2-3 വർഷം കഴിഞ്ഞാണ് ലൈഫ് മിഷനിൽ പേര് വരുന്നത്. എങ്കിലും അത് തുടങ്ങാനായിട്ടുള്ളൊരു ഇത് നമുക്കില്ലായിരുന്നു. അന്ന് ഹസ്ബൻഡിന് കൂലിപ്പണിയായിരുന്നു. ഇവരെ ഒന്ന് പൊളിക്കുവാനോ അത് മുന്നോട്ടുള്ളത് ചെയ്യുവാനോ ആയിട്ടുള്ള ഒരിതും നമുക്കന്നുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഇവിടെ ഞാൻ എല്ലാ മാസവും വരും, ഉപ്പും തേനും എല്ലാം കൊണ്ടുപോയി മാതാവ് 4 വശത്തും ഞാൻ കൊണ്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ നിന്ന് മണ്ണെടുത്തുകൊണ്ട് പോയി 4 വശത്തോട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, കുരിശ് വരയ്ക്കുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പള്ളിയിലുണ്ടായിരുന്ന വികാരി അച്ഛൻ, ഓണംകുളം അച്ഛനൊന്നും ഞങ്ങളോടൊപ്പം ഇല്ല. അച്ഛൻ്റെ സഹായത്താൽ ഞങ്ങൾക്കൊരു നല്ലൊരു വീട് ലഭിച്ചു. വീടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ ശേഷമാണ് അച്ഛന് പെട്ടെന്നൊരു ബ്ലീഡിങ് ഉണ്ടാകുകയും സ്വർഗത്തേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. എങ്കിലും ഞങ്ങൾക്കത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ അച്ഛൻ്റെ അനുഗ്രഹത്താലും പലരുടെ സഹായത്താലും ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് വരെ നിന്നിരുന്ന സാഹചര്യത്തിൽ പലരുടെ സഹായത്താൽ അത് അത്രയാക്കി തന്ന അച്ഛൻ്റെ ഒരു അനുഗ്രഹത്താലാണ്. ഏകദേശം അത്രയാക്കിയ ശേഷമാണ് നമ്മളോട് വിട പറഞ്ഞ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. ആ ഒരു അച്ഛൻ്റെ സഹായമില്ലായിരുന്നെങ്കിൽ അത് മാതാവായിട്ടാണ് അച്ഛനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ അച്ഛൻ്റെ അടുത്ത് അപേക്ഷ കൊടുത്തെങ്കിലും ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, മാതാവേ നീ അച്ഛൻ്റെ അടുത്തുനിന്ന് ചെല്ലണേ, സഞ്ചാരി മാതാവേ. അങ്ങനെ ഒരു ദിവസം അച്ഛൻ വിളിക്കുകയും ഞങ്ങളെ കഴിയുന്ന സഹായം ചെയ്യുക എന്ന് പറയും. പഞ്ചായത്തിൻ്റെ വരെ പല ഘട്ടങ്ങളിലായിട്ടേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. മാർച്ച് 1-ാം തീയതി ഞങ്ങളുടെ പരവാസ്തോലി കഴിഞ്ഞു. വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വലുതായിട്ട് ആ പരിക്കകത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുന്നു. അമ്മയുണ്ട്, 2 പിള്ളേർ, ഞാൻ ബെന്നിച്ചനും. ഇന്ന് ഞങ്ങൾക്ക് മറ്റാരുടെയും ആശ്രയം കൂടാതെ മറ്റേതൊരു മഴ പെയ്താൽ ഞങ്ങൾക്ക് പലരുടെയും സഹായം തേടേണ്ട ആവശ്യം ഇതുണ്ടായിരുന്നു. ഒന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് മാറി താമസിക്കുവാനോ എടുക്കാനോ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. എന്നാൽ ഒരു മാതാവായിട്ട് അയച്ചു തന്ന വൈദികനാണ്. ആ വൈദികനാണെങ്കിലും പല സിസ്റ്റർമാരുടെയും നമ്മുടെ കുര്യാളശ്ശേരി പിതാവിൻ്റെ സഭാംഗമായ സിസ്റ്റേഴ്സ് ഉണ്ട്. അവരുടെ അടുത്ത് എന്ന് പറയുകയും അവരത് ഏറ്റെടുക്കുകയും അവർ 4 ലക്ഷം പറഞ്ഞുവെങ്കിലും അതിലുപരിയായി അവർ സഹായിക്കുകയും ചെയ്തു.
ഏകദേശം പണി തീരാറായ ശേഷമാണ് അച്ഛൻ നമ്മളോട് വിട പറഞ്ഞു പോയത്. ബാക്കി നമ്മളെ കൊണ്ട് കഴിയും എന്ന രീതിയിൽ സ്റ്റേജിൽ എത്തിച്ചിട്ടാണ് അവിടുന്ന് പോയത്. അതെൻ്റെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. വളരെയധികം ഞാനത് സന്തോഷിക്കുന്നു. ഒരു വീടെന്ന സ്വപ്നം വലിയ സഫലമായി. ഇത്രയധികം വളരെ ചെറുതുമായ നന്മകൾ തന്നതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് ഉടമ്പടി പത്രം വാങ്ങുകയും വണ്ടാന ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അവിടെ അകത്ത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇതിവിടെ അകത്ത് കൊടുക്കാൻ പാടില്ല, നീ മതപരിവർത്തനം നടത്തുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനാരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. അവിടുന്ന് ഓഫീസർ പറഞ്ഞു, സാധ്യമല്ല, ഇനി ഇവിടെ അകത്ത് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അവിടെ ഗേറ്റുകൾക്ക് വാതിക്കൽ നിന്ന് അവരോട് മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ഇത് വേണോ എന്ന് ചോദിച്ച് കിട്ടിയതാണെങ്കിൽ ഞാൻ കൊടുക്കില്ല. കാര്യം മാതാവിനെക്കുറിച്ച് സംസാരിച്ച ശേഷം കൃപാസന പള്ളിയിലാണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ആ പത്രം കൊടുക്കാറുള്ളൂ. അതുപോലെ തന്നെ എപ്പോഴൊക്കെ ഞാൻ വരുന്നു അന്നേരപ്പോഴെല്ലാം കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കിയിട്ട് ഞാൻ തന്നെ വരുന്ന സമയങ്ങളിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരും. 10 പേർക്ക് അല്ലെ 5 പേർക്ക് അല്ലെ 7 പേർക്ക് എന്നെക്കൊണ്ട് എത്രയാണോ സാധ്യമാകുന്നത് അത്രയും ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കൊണ്ടുവന്ന് ഇവിടെ കൃപാസനത്തിൽ വന്ന് കഴിക്കുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ കൺമുന്നിൽ കാണുന്ന ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുന്നവരെ കാണുമ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിക്കൂലിക്കുള്ളത് വെച്ചിട്ട് ബാക്കി ഞാൻ അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർക്ക് ഞാൻ ആഹാരം വാങ്ങിച്ച് ബിസ്ക്കറ്റായിട്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് എന്തെങ്കിലും എന്നെക്കൊണ്ട് എന്ത് 10 രൂപയെങ്കിൽ 10 രൂപ അതിനുള്ളത് ഞാൻ വാങ്ങിച്ച് അവർക്ക് അവരുടെ അപ്പൻ്റെയിലും അമ്മയുടെയിലും കൊടുത്ത ശേഷമേ ഞാൻ പോകാറുള്ളൂ. ശരിക്കും എൻ്റെ ഒരു വണ്ടിക്കൂലി മാത്രമേ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാകാറുള്ളൂ. പക്ഷേ എങ്കിലും മാതാവ് വളരെയധികം ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് ഇന്നും എന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. വളരെയധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ബൈബിൾ അങ്ങനെ വായിക്കാനായിട്ട് വലിയ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ ബൈബിൾ വായിക്കാറുണ്ട്. മോളാണേലും എന്നും ബൈബിൾ വായിക്കും. അവളെന്നും പള്ളിയിൽ പോകുന്നുണ്ട്. പിന്നെ ഉപവാസം ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളും ഉപവാസിക്കും. ഇന്ന് ഞാനത് മാറ്റി ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ കുടുംബത്തിനും ഒരു ദിവസം ആർക്കെങ്കിലും വേണ്ടി മീൻസ് എൻ്റെ ആ ആഴ്ചയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി ഞാൻ ഉപവസിക്കും. അങ്ങനെ എന്നാൽ കഴിയുന്ന എല്ലാ നന്മകളും ചെയ്ത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ മുന്നോട്ട് പോകുന്നു. ഇത്രയധികം നന്മകൾ ചെയ്ത മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. സങ്കീർത്തനം 127. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. തങ്ങൾക്ക് കിട്ടിയ എല്ലാവിധ നന്മകളും ഉടമ്പടിയിലൂടെ മാത്രം ലഭിച്ചു എന്നുള്ള അനുഭവങ്ങൾ ഓരോ വ്യക്തികളും കുടുംബവുമായിട്ട് വന്ന് പങ്കുവയ്ക്കുമ്പോൾ റിൻസി ബെന്നിയും പറയുകയാണ്, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തങ്ങൾ എങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു, ഹോസ്പിറ്റലും മരുന്നും ഒക്കെയായിട്ട് കഴിഞ്ഞിരുന്ന തങ്ങൾ ഒരു വീടില്ലാതെ പലരെയും ആശ്രയിച്ച് ജീവിക്കേണ്ടി വന്ന ദിവസങ്ങൾ. എന്നാൽ തൻ്റെ മക്കൾക്ക് പരിപൂർണമായിട്ടുള്ള സൗഖ്യാനുഭവം, കൂടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടിയിരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ, അതുപോലെ നെബുലൈസേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന ആ അവസ്ഥയിൽ നിന്നൊക്കെ ഇന്നിപ്പോൾ മക്കൾക്ക് ആ ഒരു അസ്വസ്ഥതകളൊന്നുമില്ല. തൻ്റെ ഹസ്ബൻഡിന് ഒരു സ്ഥിര വരുമാനം എന്ന രീതിയിൽ ഒരു ജോലി ലഭിച്ചു. തങ്ങളുടെ വീട് അതെങ്ങനെ തങ്ങൾക്ക് ലഭിച്ചുവെന്നും മറ്റുള്ളവരുടെ സഹായം ഉടമ്പടി എടുത്ത് നിയോഗം വയ്ക്കുമ്പോൾ അമ്മ പലരെയും ഒരുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരുക്കിയ വ്യക്തികളൊക്കെ തൻ്റെ ജീവിതത്തിൽ അവരിലൂടെ പരിശുദ്ധ അമ്മ തന്നെ പ്രവർത്തിച്ചു. അങ്ങനെ തങ്ങൾക്ക് നല്ല ഒരു ഭവനവും ലഭിച്ചു. ആത്മീയമായിട്ട് തങ്ങൾ എങ്ങനെയാണ് ഇന്ന് ഈശോയോട് ചേർന്ന് നിൽക്കുക, കുടുംബ പ്രാർത്ഥനയും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ഇതിൻ്റെയൊക്കെ എത്രമാത്രം ഉത്സാഹം ഇന്ന് തനിക്കുണ്ട്. മറ്റുള്ളവരോട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുവാൻ, ഈശോയെക്കുറിച്ച് പറയുവാനൊക്കെ ഓരോ മക്കളും എത്രമാത്രം സമയവും ഓരോ സാഹചര്യങ്ങളും അവർ കണ്ടെത്തുകയാണ്. അങ്ങനെ തനിക്കും കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് ഈ മകൾ നന്ദി പറയുമ്പോൾ, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവും നിഷ്ഫലം. ദൈവമാണ് എല്ലാം നയിക്കേണ്ടതും നയിക്കുന്നതും. ആ ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നതിന് നമുക്ക് തുറന്നു തന്നിരിക്കുന്ന പുതിയ പാതയാണ് ഉടമ്പടിയുടെ ജീവിതം. ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവം ഇവർക്ക് നൽകിയ എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.